ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കുട്ടികൾ 6 വയസ്സ് മുതലുള്ള കുട്ടികളിൽ കാണുന്ന ഒരു പ്രത്യേകതരം ദന്തക്ഷയമാണ്. അതിനെ നമ്മൾ മോളാർ ഇൻസൈസർ ഹൈപ്പോമിനറലൈസേഷൻ, അതായത് MIH എന്ന് നമ്മൾ പറയുന്നു. അതായത് പല്ല് വരുമ്പോൾ തന്നെ ആദ്യത്തെ 4 അണപ്പല്ലിലും മുന്നിലത്തെ 4 നമ്മൾ കാണുന്ന 4 പല്ലിലും മാത്രമായി പല്ല് വരുമ്പോൾ തന്നെ അതിൽ ചെറിയ കേടുപാടുകൾ ഉണ്ടാകുക. അത് നമ്മൾ കേടുണ്ടാവുന്നത് കൊണ്ടല്ല, നമ്മുടെ ആദ്യത്തെ 3 വയസ്സ് അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് ഈ ഒരു പല്ലുകളിൽ ഉണ്ടാവുന്ന കളർ ചേഞ്ചും അതിനോടനുബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ പല്ലിൽ ഒരു വെള്ളപ്പാട് വരുന്ന ആദ്യത്തെ നമ്മുടെ 6 വയസ്സിൽ അല്ലെങ്കിൽ 7 വയസ്സിൽ വരുന്ന മുന്നിലത്തെ 4 പല്ലുകളിലുള്ള വെള്ളപ്പാട്, അതേപോലെ തന്നെ പുറകിലത്തെ 4 പല്ലുകളിൽ ആദ്യത്തെ അണപ്പല്ലിൽ ഉണ്ടാകുന്ന വെള്ളപ്പാടുകൾ, അത് ചിലപ്പോൾ ബ്രൗൺ ആയിട്ട് കാണാം, ചിലപ്പോൾ അത് ബ്ലാക്ക് ആയിട്ട് കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഭാഗം പെട്ടെന്ന് പൊടിഞ്ഞു പോകും. കേടുണ്ടായിട്ട് പൊടിഞ്ഞു പോകണം എന്നില്ല, തനിയെ പല്ല് വരുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേക ടൈപ്പ് കേടിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എവറി 6 months കൂടുമ്പോൾ നമ്മൾ ഡെന്റിസ്റ്റിനെ കാണണം. പോരാതെ എപ്പോഴും നമ്മുടെ ഏതൊക്കെ പല്ല് ഏതൊക്കെ സമയത്ത് വരും എന്നുള്ളൊരു ചെറിയ അവബോധം നമ്മൾ പേരൻസിൽ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ചെറിയ പോടുകൾ കാണുമ്പോൾ തന്നെ ചെറിയൊരു കുത്ത് അല്ലെങ്കിൽ ചെറിയൊരു വെള്ളപ്പാട് അല്ലെങ്കിൽ ബാക്കിയുള്ള പല്ലുകളെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ വേറെ ഏതെങ്കിലും കളർ ചേഞ്ച് പോലെ കാണുമ്പോൾ തന്നെ ചെറിയ പോടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടയ്ക്കാവുന്നതാണ്. കേട് വരണ്ടാത്ത ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരുപാട് പൊടിഞ്ഞു പോകുന്ന പല്ലുകളാണെങ്കിൽ നമുക്കതിൻ്റെ മുകളിലൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കാവുന്നതുമാണ്. അതായത് ആദ്യത്തെ അണപ്പല്ലുകൾ നമ്മൾ ഉടനെ തന്നെ പോകുവാണെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ നീളം കുറയാനും നമ്മുടെ കവിള് ഒട്ടുവാനും പോരാത്തതിന് നമ്മുടെ സംസാരത്തെയും നമ്മുടെ മുഖത്തിൻ്റെ ഭംഗിയും ഒക്കെ അത് ബാധിക്കാറുണ്ട്. ഇത് നമ്മൾ വലിയ പല്ലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ കുട്ടികളുടെ പല്ലിലാണെങ്കിൽ നമ്മൾ ആദ്യത്തെ പല്ല്, അതായത് 6 മാസത്തെ പല്ല് വരുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പിന്നെ അഥവാ കുഞ്ഞുങ്ങളിൽ ചെറിയ പല്ല് കേടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് പല്ല് അടയ്ക്കാവുന്നതാണ്. വലിയ കേടുകളാണ്, അതായത് നീര്, അതുപോലെ വേദന, മുഖത്തോട്ട് നീര് പടരുക, പല്ല് പൊട്ടിപ്പോവുക, അങ്ങനത്തെ എന്തെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ വേര് ചികിത്സ, അതായത് പൾപ്പക്ടമി ചെയ്യാവുന്നതാണ്. അത് നമുക്ക് തുടക്കത്തിൽ ഉള്ളതാണെങ്കിൽ നമുക്ക് സാധാ പോലെ അടയ്ക്കാം. അല്ല ഒരുപാട് വലിയ കേടാണെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത്, അതായത് പൾപ്പക്ടമി ചെയ്ത് നമുക്ക് ക്യാപ്പ് ഇട്ട് കൊടുത്താൽ എത്ര വയസ്സിലാണോ ആ പല്ല് പോകുന്നത് അത്രയും വയസ്സ് വരെ ആ പല്ല് നിന്നോളും. അഥവാ നമുക്ക് ആ പല്ലിനെ ഒട്ടും സേവ് ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് നീര് വന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പല്ല് എടുക്കുകയാണെങ്കിൽ നിർബന്ധമായും ഒരു ക്ലിപ്പ്, അതാ സ്പേസ് മെയിൻറ്റെയിനർ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അടിയിലുള്ള പല്ലുകൾക്ക് വരാൻ സ്ഥലമില്ലാതെ ഇപ്പോഴുള്ള പല്ലുകൾ തമ്മിൽ അടുക്കുകയും അടിയിൽ വരുന്ന പല്ലുകൾ നിരതെറ്റി മുന്നിലോട്ടോ പുറകിലോട്ടോ അല്ലെങ്കിൽ പെർമനൻ്റായി ബോണിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥകളുണ്ടാവും. സോ അഥവാ നമുക്ക് കുഞ്ഞിപ്പല്ലിനെ സേവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പല്ലെടുത്തിട്ട് അവിടെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാത്തിനും പുറമെ എവറി 6 months കൂടുമ്പോൾ കുട്ടികളെ ഡെന്റിസ്റ്റിനെ കാണിക്കണം. സോ നമ്മൾ ഐഡിയലി പറയുകയാണെങ്കിൽ നമ്മൾ എവറി 6 months കൂടുമ്പോൾ ഡെന്റിസ്റ്റിനെ കാണിക്കുക. നിർബന്ധമായും 2 നേരം പല്ല് തേക്കുക. ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റുകൾ, അത് 6 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്ലൂറൈഡ് ഉള്ളത് കൊടുക്കണ്ട. അതേപോലെ പേസ്റ്റ് തിന്നുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഒഴിവാക്കുക. 6 വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ചവച്ച് തുപ്പാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് കൊടുക്കുക. 2 നേരം ബ്രഷ് ചെയ്യിക്കുക. ആവശ്യമെങ്കിൽ മാത്രം മൗത്ത് വാഷ് യൂസ് ചെയ്യുക. ശുചിത്വമായിട്ടുള്ള നല്ലോണം നമ്മൾ പല്ലുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവിയിലേക്കും അത് നിരതെറ്റാതെ പുതിയ നല്ല പല്ലുകൾ വരാനും ഓവറോൾ ഡെവലപ്മെൻറ്റിനും അത് സഹായകരമാകുന്നു. താങ്ക് യു.